ബയോമെക്കിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബയോമെക് 10L എന്ന് പറയുന്ന മോഡലിന്റെ മെയിൻ്റനൻസ് ആണ്. അതെങ്ങനെ ചെയ്യാം, എത്ര എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ആദ്യഘട്ടം എന്ന് പറയുന്നത് സൈഡിലെ വെള്ളം വാട്ടർ ജാക്കറ്റ് ഫില്ല് ചെയ്തത് നമ്മൾ സൈഫൺ ചെയ്ത് പുറത്തേക്ക് എടുക്കണം. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് വാൾവ് ഓപ്പൺ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ടാങ്ക് ഡാമേജ് ആവും. അതിനുശേഷം അപ്പുറം ഇപ്പുറം രണ്ടുപേര് നിന്നിട്ട് പൊന്തിക്കണമെങ്കിൽ പൊന്തിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ടൂളുണ്ട്, ജസ്റ്റ് ഒരു കമ്പി വളച്ചിട്ട് അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫുൾ കട്ട പിടിച്ചിരിക്കുന്ന വേസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. വളരെ എളുപ്പത്തിൽ തുറക്കാൻ പറ്റുന്നൊരു മോഡലാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കൺസീൽഡ് മോഡൽ ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട്, അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, എത്ര സമയം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണം, അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസസ് ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ടോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ പ്ലാന്റ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ടാങ്ക് പൊളിക്കുകയാണ് ചെയ്യുന്നത്. ടാങ്ക് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം നമ്മൾ പൊളിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അത് ക്ലീനിങ് എന്ന് പറയുന്നത് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് വീണ്ടും റീപാച്ച് ചെയ്യണം. അപ്പോൾ അതിന് ഡബിൾ ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ്ങുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ മോഡൽ സ്റ്റോപ്പ് ചെയ്തത്. മെയിൻ്റനൻസ് ആണ് മെയിൻ, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വെറും ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ കട്ട പിടിച്ചിരിക്കുന്ന വേസ്റ്റ് ആണെങ്കിൽ ഒരു 45 മിനിറ്റ് നിങ്ങൾക്ക് കാണാം. ഞങ്ങളിവിടെ ഏകദേശം വേസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് ആയി. ഇപ്പം നേരത്തെ നിങ്ങൾ മുകളിൽ കണ്ട വീഡിയോയിൽ കണ്ടില്ലേ, അതായത് ഫുൾ പൊളിച്ചതിന് ശേഷം അത് ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സ്. അതിനും ക്യാഷ് ചിലവാണ്, പൊളിക്കണം, ഇതൊക്കെ ചെയ്യണം. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ക്ലീൻ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൽ കൗഡങ് ഫീഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് നമ്മളെ പ്ലാന്റ് വീണ്ടും അത് പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ ഇറക്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ കാണുന്ന പ്രോസസ്സ് കൗഡങ് ഫീഡിംഗ് ആണ്. വെള്ളം നിറയ്ക്കും, മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം സൈഡിലെ വാട്ടർ ജാക്കറ്റ് ലോഡ് ചെയ്യും. വാട്ടർ ജാക്കറ്റ് ലോഡ് ചെയ്തതിനു ശേഷം ഗ്യാസ് ഡൂം ഫില്ല് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഗ്രൈൻഡർ കൊണ്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, റീപാച്ച് ചെയ്യണം, അത് നമ്മൾ തിരിച്ച് സൈറ്റിലേക്ക് കൊണ്ടുവരണം. ദൂരേക്ക് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ കൺസീൽഡ് മോഡൽ സ്റ്റോപ്പ് ചെയ്തത്. നമ്മുടെ എല്ലാ മോഡൽസും തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത വാട്ടർ സീൽഡ് മോഡൽസ് ആണ്. ചിലപ്പോൾ ഡീമെറിറ്റ് എന്ന് പറയാനായിട്ട് നമ്മളൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. ചെറിയൊരു പ്രോബ്ലം ഉള്ളത് സൈഡിലെ വെള്ളത്തിൽ കൊതുക് വരുന്ന ഉള്ളൊരു പ്രോബ്ലമാണ്. അത് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5-6 പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു പ്ലാന്റ് എടുക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സീൽഡ് മോഡൽസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പോൾ ഈ വാട്ടർ ജാക്കറ്റ് മോഡലാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ്. മറ്റേതാണെങ്കിൽ പ്രൊഫഷണൽസിനെ വിളിക്കണം, കട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ട് വീഡിയോ ആണ്. മെയിൻ്റനൻസിന്റെ ചെറിയ ഗ്ലിംസ് നിങ്ങൾ കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. സീ യു സൂൺ.